സുഹൃത്തുക്കളെ, ഇന്ന് ശാസ്ത്രം അത്ഭുതകരമായി വളരുകയാണ്. ഭൂമിയുടെ രൂപവും ചലനവും മനുഷ്യൻ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. നാം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന കാലത്താണ്. ഉപഗ്രഹങ്ങൾ ഭൂമിയെ ആയിരക്കണക്കിന് തവണ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ എല്ലാം പറയുന്നത് ഒരേ കാര്യം: ഭൂമി വൃത്താകൃതിയിലാണ്, പരന്നതല്ല. പക്ഷേ ഇന്നും ചിലർ പറയുന്നു ഖുറാനിൽ ഭൂമിയെ പരന്നതായി പറഞ്ഞിരിക്കുന്നു എന്ന്. അത് തന്നെയാണ് യഥാർത്ഥ ശാസ്ത്രം എന്നും. പക്ഷേ ഈ വാദം ശരിയാണോ? അല്ലെങ്കിൽ ഖുറാൻ എഴുതിയ കാലത്തെ മനുഷ്യന്റെ അറിവില്ലായ്മകളെ ശാസ്ത്രമാക്കാനുള്ള കപടശ്രമമോ? നമുക്ക് നോക്കാം. സൂറത്ത് നബ ആയത്ത് 6. ഞങ്ങൾ ഭൂമിയെ വിശാലമായ വിസ്താരമായി ആക്കിയില്ലയോ? ഇതാണ് ഖുറാനിലെ വാക്യം. ചിലർ ഇതിനെ ഭൂമി പരന്നതാണെന്ന് തെളിവായി പറയുന്നു. പക്ഷേ മിഹാദ് എന്ന അറബി പദം വിശാലമായ സ്ഥലം, വിശ്രമിക്കാൻ അനുയോജ്യമായ സ്ഥലം എന്നർത്ഥമാണ്. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചല്ല. അന്നത്തെ മനുഷ്യന്റെ പരിമിതമായ അറിവിലാണ് ഈ വാക്കുകൾ. അവൻ കണ്ടതുപോലെ ഭൂമിയെ വിവരണം ചെയ്തതാണ്. സൂറത്ത് ഗാഷിയ ആയത്ത് 20. ഭൂമിയെ എങ്ങനെ വിരിച്ചു വച്ചിരിക്കുന്നു എന്ന് അവർ നോക്കിയില്ലയോ? ഇതും പലരും പരന്ന ഭൂമിയുടെ സൂചനയായി കാണിക്കുന്നു. പക്ഷേ അത് ശരിയല്ല. ഇവിടെയും പറയുന്നത് അന്നത്തെ മനുഷ്യന്റെ അനുഭവമാണ്. മരുഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി പരന്നതായി തോന്നും. അതാണ് അവൻ പറഞ്ഞത്. അത് ശാസ്ത്രമല്ല, അനുഭവത്തിന്റെ കവിത മാത്രമാണ്. സൂറത്ത് അൽ ദാരിയാത്ത് ആയത്ത് 48. ഭൂമിയെ ഞങ്ങൾ വിരിച്ചു വച്ചിരിക്കുന്നു, അത്രയും നല്ല ഒരുക്കമാണത്. ഇവിടെയും പറഞ്ഞത് ഭൂമിയുടെ രൂപമല്ല, മനുഷ്യർക്കുള്ള സൗകര്യമാണ്. അന്നത്തെ മനുഷ്യൻ ലോകത്തെ കാണുന്നത് തന്റെ കണ്ണിലൂടെ മാത്രമായിരുന്നു. അവൻ ഭൗതികശാസ്ത്രം അറിഞ്ഞിരുന്നില്ല. ബഹിരാകാശം എന്താണെന്ന് അറിയുമായിരുന്നില്ല. അവന്റെ ഭാഷ അതിന്റെ പരിധിയിലായിരുന്നു. സൂറത്ത് അൽ നാസിയാത്ത് ആയത്ത് 30. ഭൂമിയെ ഞങ്ങൾ ദഹഹ ആക്കി. ചിലർ പറയുന്നു അതിന്റെ അർത്ഥം ഭൂമിയെ പരന്നതാക്കി എന്നാണ്. പക്ഷേ ദഹഹ എന്ന പദം താറാവിൻ മുട്ട പോലെ എന്ന അർത്ഥമാണ് നൽകുന്നത്. അത് വൃത്താകൃതിയുടെ സൂചനയാണ്. അന്നത്തെ മനുഷ്യന്റെ അറിവില്ലായ്മക്കിടയിലും അവൻ പ്രകൃതിയെ നിരീക്ഷിച്ച് പറഞ്ഞത് അത്രയേ ഉള്ളൂ. മനുഷ്യർ ഭൂമി വൃത്തമാണെന്ന് കണ്ടെത്തിയത് ഇന്നലെ അല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ. അരിസ്റ്റോട്ടിലും എറാത്തോസ്തനീസും ഭൂമിയുടെ നിഴൽ അളന്ന് അതിന്റെ വലിപ്പം കണക്കാക്കിയിരുന്നു. ആ കണക്കുകൾ ഇന്നത്തെ അളവിനോട് അത്ഭുതകരമായി അടുത്തതാണ്. നാസയുടെ ബ്ലൂ മാർബിൾ ചിത്രങ്ങൾ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൃശ്യങ്ങൾ എല്ലാം ഒരേ കാര്യം പറയുന്നു: ഭൂമി വൃത്തമാണെന്ന്. പക്ഷേ ഇന്നും ചിലർ പറയുന്നു ഖുറാനിൽ പറഞ്ഞത് തന്നെയാണ് ശാസ്ത്രമെന്ന്. ഇത് മനഃശാസ്ത്രത്തിൽ തെളിവ് സ്ഥിരീകരണ പക്ഷപാതം എന്നാണ് വിളിക്കുന്നത്. ആദ്യം തന്നെ വിശ്വാസം തീർക്കുന്നു, പിന്നീട് അതിന് അനുയോജ്യമായ വാക്യങ്ങൾ മാത്രം തിരയുന്നു. ഇത് ശാസ്ത്രീയ സമീപനമല്ല, ഇത് ബുദ്ധിയുടെ അടിമത്വമാണ്. മതഗ്രന്ഥങ്ങൾ ആത്മീയർക്കാണ്, ശാസ്ത്ര പഠനത്തിനല്ല. അവയിലെ വാക്കുകൾ അന്നത്തെ മനുഷ്യന്റെ പരിമിതമായ അറിവിന്റെ പ്രതിഫലനമാണ്. അവയെ ശാസ്ത്രമാക്കാൻ ശ്രമിക്കുന്നത് മതത്തെയും ശാസ്ത്രത്തെയും രണ്ടിനെയും തെറ്റായി അവതരിപ്പിക്കുന്നു. ശാസ്ത്രം നിരീക്ഷണത്തിലാണ് നിൽക്കുന്നത്, പരീക്ഷണത്തിലാണ് അതിന്റെ ബലം. തെളിവ്, പരിശോധന, ആവർത്തനം, ഇവയിലൂടെയാണ് ശാസ്ത്രം വളരുന്നത്. വിശ്വാസം മനസ്സിൽ നിൽക്കട്ടെ, പക്ഷേ ശാസ്ത്രം വസ്തുതയിൽ നിൽക്കണം. കപട ശാസ്ത്രവാദങ്ങൾ മനുഷ്യനെ പിന്നോട്ടാണ് നയിക്കുന്നത്. ചോദ്യം ചോദിക്കൂ, തെളിവ് അന്വേഷിക്കൂ. അതാണ് ജ്ഞാനത്തിന്റെ യഥാർത്ഥ വഴി. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, പങ്കിടൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. സത്യത്തെ തേടുന്ന യാത്രയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ.